തൃശൂർ ചാലക്കുടിയിൽ അവിടെ പുലി ഇറങ്ങി പുലിക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിൽ നടക്കുന്നതിനിടയിൽ ഈ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങിയതായുള്ള സംശയം ശക്തമാവുകയാണ്. കാരണം പ്രദേശത്ത് നിന്ന് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ആദ്യം കേൾക്കാം. ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് പറഞ്ഞ വഴിക്കാണ് ഒരു വീട്ടിലേക്ക് ഇവിടെ എത്തിയ സമയത്താണ് പുലിയുടെ സാന്നിധ്യമായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഒരു പുലി ഒരു പട്ടീനെ പിടിച്ചിട്ട് പോണ ആ ഒരു ഇതായിട്ടാണ് ഇവർ കണ്ടത്. അമ്മ കണ്ടു ഒരു വലിയ സാധനങ്ങൾ ഓടിപ്പോണ കണ്ടു. അപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാടിന് അനക്കം കേട്ടപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പം എൻ്റെ പട്ടീനാണുണ്ടായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ വെച്ച് ഒരു സാധനം പിടിച്ചു. ഭയങ്കര ഒച്ച കിട്ടും. അപ്പം ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ രാത്രി ടോർച്ചടിച്ചിട്ട് ഒച്ചെടുത്തപ്പോൾ അത് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് അതിനും കൊണ്ട് പോയി. ഓക്കെ, വനംവകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ സംയുക്തമായാണ് ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ചാലക്കുടി പുഴയുടെ തീരം കേന്ദ്രീകരിച്ച് വെട്ടുകടവ് മുതൽ വൈന്തല വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോഴത്തെ ജനകീയ തിരച്ചിൽ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലെവിൻ കെ വിജയനോട് തന്നെ ചോദിക്കാം. ലെവിൻ, ഗുഡ് മോർണിംഗ്. ജനകീയ തിരച്ചിൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയാണ്, എത്ര ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ ലെവിൻ, ഈ മേഖലയിൽ പ്രദേശവാസികളുടെ നെഞ്ചെടുപ്പ് കൂട്ടി, ആശങ്ക കൂട്ടി മറ്റൊരു പോലീസ് സാന്നിധ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. സേതു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാർച്ച് 24 മുതൽ തൃശ്ശൂർ ചാലക്കുടി നഗരത്തിനുള്ളിൽ തന്നെ പുലി എത്തിയ സാഹചര്യത്തിലാണ് അതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ 100-ലധികം ക്യാമറകൾ വിന്യസിച്ചുകൊണ്ട് 5 കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും പുലിയെ സാന്നിധ്യം കൃത്യമായ ഒരു സ്ഥലത്ത് ഉറപ്പിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ജനകീയ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അടക്കം വിവിധ ജനപ്രതിനിധികൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് റവന്യൂ വകുപ്പ് ജീവനക്കാരുമെല്ലാം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ചാലക്കുടിയിലെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് 8 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. DFOമാരായിട്ടുള്ള M വെങ്കടേശ്വരൻ, R ലക്ഷ്മി തുടങ്ങിയവർ ഈ തെരച്ചിലുകൾക്ക് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നേതൃത്വം നൽകുന്നു. അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചാലക്കുടി പുഴയുടെ വനപ്രദേശങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നത്. ഈ സെർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നതിനായി വാഴച്ചാൽ DFO R ലക്ഷ്മി നമ്മളോടൊപ്പം ചേരുകയാണ്. മാഡം, അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പറയും. ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടല്ലേ? തിരച്ചിൽ നമ്മളൊരു 8-8:30 ആരംഭിച്ചു. നമ്മൾ 6 ബ്ലോക്കായിട്ടാണ് വാഴച്ചാൽ ഡിവിഷൻ്റെ പുലിയുടെ സാന്നിധ്യമുള്ള മേഖലകൾ നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് കൊരട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറങ്ങര ആദ്യ ഭാഗം, അവിടെയാണ് നമ്മുടെ വാഴച്ചാൽ ഡിവിഷൻ്റെ ഏരിയയിൽ 15-ാം തീയതി 15/3 നമ്മുടെ പുലിയുടെ ഒരു CCTV ദൃശ്യം കിട്ടിയത്. അതിനുശേഷം നമ്മൾ കൂട് വെക്കുകയും അവിടെ പിന്നെ അതിന് പുലിയുടെ സാന്നിധ്യം ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാടുകുറ്റി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് വിവിധ വാർഡുകളായിട്ട് പുലിയുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളത് പക്മാർക്കൊക്കെ നമുക്ക് കിട്ടിയത്. അതനുസരിച്ച് ഒരു 2 കൂടുകളും കൂടെ നമ്മൾ പുഴയുടെ സൈഡിൽ തന്നെ വെക്കുകയുണ്ടായി. തുടർന്ന് ചാലക്കുടി ഡിവിഷൻ ഏരിയയിലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 5 കൂടാണ് 2 ഡിവിഷൻ്റെയും പരിധിയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയോളമായിട്ട് ഈ ഭാഗത്തൊന്നും നമുക്ക് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈവൻ പക്മാർക്കോ ഒന്നും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കുറുനരിയുടെ പക്മാർക്കും കുറുനരിയെയാണ് ആൾക്ക് ഡിസ്ക്രിപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ആൾക്കാരുടെ ഉള്ളിലെ ഒരു ഭയം മാറാനും കൂടുതൽ നമുക്ക് എവിഡൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു സെർച്ച്. ബഹുമാനിയനായ നമ്മുടെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായപ്പോൾ ഒരു സെർച്ച് നടത്തി ആൾക്കാരുടെ ഭീതി ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് MLAയും ഇതിനകത്ത് നമ്മുടെ ബഹുമാനിയനായ MLAയും ഇതിനകത്ത് ഇൻവോൾവ് ഉണ്ട്. ഇത് കാടുകുറ്റി പഞ്ചായത്തിലെ നമ്മുടെ മെമ്പറാണ്, മേലൂർ പഞ്ചായത്തിലെ മെമ്പറാണ് റിൻസി. അപ്പോൾ നമ്മൾക്ക് ജനപ്രതിനിധികളെല്ലാം നല്ല സപ്പോർട്ടാണ്. 6 ബ്ലോക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുഴ സൈഡിൽ 5ഉം കൊരട്ടി ഭാഗത്ത് ഒരെണ്ണമായിട്ടും. മെമ്പറെ, വലിയ ഭീതിയിലാണ് ജനങ്ങളല്ലേ ഈ പ്രദേശത്തെ? അതെ, ഇപ്പോൾ കുറേ നാളുകളായിട്ട് പുഴയുടെ സൈഡാണ് ഞങ്ങളുടെ വാർഡ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭീതിയിൽ തന്നെയാണ്. ജനവാസം കുറവുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് പുലി ഉണ്ട് എന്ന് പറയുമ്പോൾ.
ഏകദേശം വലിയ ഒരു സംഘം തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഉച്ചവരെ തെരച്ചിൽ തുടരും. ഈ ഘട്ടത്തിൽ പുലിയെ കണ്ടാൽ പിടികൂടാനും അല്ല മയക്കുവെടി വെക്കുന്നതിനടക്കമുള്ള അല്ല വെടിവെച്ച് പിടികൂടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഏതായാലും തെരച്ചിൽ ശരി ലെവിൻ, പുലിയുടേത് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ട് കൂടിയുണ്ട്. അവിടെ രണ്ടാമത്തെ ഒരു പുലി സാന്നിധ്യം കൂടിയുണ്ട്. ആദ്യത്തെ പുലിയെ പിടിക്കാനുള്ള ജനകീയ തിരച്ചിൽ നടക്കുന്നുണ്ട്.